ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുജാത നിലയത്തിലേക്ക് എത്തിയ സദാനന്ദന്റെ വരവിന്റെ ഉദ്ദേശം എന്തെന്നറിയാതെ സുജാത വിഷമത്തോടെ സദാനന്ദനോട് പറഞ്ഞു, കുട്ടികളുടെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കിയിരുന്നു. ജ്യോത്സ്യം പറഞ്ഞത് ഈ ജാതകങ്ങൾ ഒരിക്കലും ചേരില്ല എന്നതാണ് എന്ന് സുജാത വിഷമത്തോടെ അറിയിച്ചു. സദാനന്ദനും മകളുടെ ജാതകം തിരികെ വാങ്ങിക്കാനായി വന്നത് എന്നുള്ള കാര്യം അദ്ദേഹം മറച്ചുപിടിച്ചു. ഈ സമയത്ത് സുജാത പറഞ്ഞു, ഞാൻ ജാതകം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പൂജാമുറിയിലേക്ക് ചെന്ന് വളരെ വിഷമത്തോടെ ആ ജാതകവുമായി സദാനന്ദന്റെ അരികിലേക്ക് എത്തുന്നു. സദാനന്റെ കൈകളിലേക്ക് ആ ജാതകങ്ങൾ നൽകിയതിനു ശേഷം സുജാത പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ് സദാനന്ദൻ വിഷമത്തോടെ അവിടുന്ന് ഇറങ്ങുമ്പോ സുജാത നിത്യയെ തനിക്ക് മരുമളാക്കാൻ കഴിയില്ല എന്ന സങ്കടത്തിൽ വേദനയോടിയിരുന്നു. സദാനന്ദനം വീടിന് പുറത്തേക്കിറങ്ങി പൊട്ടിക്കരഞ്ഞു. ഈ സമയത്ത് സുജാത താൻ നിത്യയെ കണ്ട ഓരോ നിമിഷങ്ങളും ആലോചിക്കുകയും മകളെ തന്റെ മരുമകളല്ല മറിച്ച് ഇവളെന്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദന്റെ വീട്ടിൽ വെച്ച് തന്നെ ആ വിവാഹം ഉറപ്പിക്കാനായി തയ്യാറായതിനെ കുറിച്ചുമൊക്കെ ഓർത്ത് നിത്യയെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി സങ്കടത്തോടിരുന്നു. അപ്പോഴേക്കും നിത്യയും വീട്ടിൽ വന്ന സുജാത തന്നോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ചൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ വരാന്തയിൽ ഇരിക്കുമ്പോഴേക്കും അരികിലേക്ക് സദാനന്ദനെത്തി. മോളെ, നീ ഇന്ന് പതിവ് പോലെ ഉമ്മറത്ത് സന്ധ്യാദീപം തെളിയിച്ചില്ലല്ലോ. അതൊക്കെ പോട്ടെ, സാരമില്ല. എന്തായാലും ആ ജാതകങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ലെന്ന് ജ്യോത്സ്യം പറയുകയും ചെയ്തില്ലേ. ഇനി അഥവാ ചേർച്ച ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. നളിനി ആഗ്രഹിച്ചതുപോലെയൊക്കെയല്ലേ സംഭവിക്കുന്നതെന്ന് സദാനന്ദൻ വിഷമത്തോടെ പറയുമ്പോ ഉടനെ അരികിലിരുന്ന് ഒന്നും മിണ്ടാതെ നിത്യയിരുന്നു. ഉടനെ തന്നെ നിത്യയോട് സദാനന്ദൻ ചോദിച്ചു, മോളെ, നാളെയല്ലേ നിന്നോട് കോളേജിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? മോള് കോളേജിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ നിത്യ ചോദിച്ചു, എന്തിനാച്ചാ അതൊക്കെ ഇനി എന്ന് ചോദിച്ചതും സദാനന്ദൻ നിത്യയെ ആശ്വസിപ്പിച്ചു, മോളെ, അങ്ങനെയൊന്നും നീ പറയരുത്. നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് നിന്റെ ആ സർട്ടിഫിക്കറ്റ്. അതൊരു കാരണവശാലും അത് മോള് വാങ്ങിക്കാതിരിക്കല്ലേ. തീർച്ചയായിട്ടും മോള് നാളെ കോളേജിൽ ചെന്ന് അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും നളിനിയുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നതിന്റെ ഒരു സങ്കടം അച്ഛനുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ നിത്യ പറഞ്ഞു, അച്ഛൻ ഇതേ അതിനെക്കുറിച്ച് ഓർത്ത് ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഉടനെ സദാനന്ദൻ പറഞ്ഞു, എന്റെ മോള് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോ. മോളുടെ മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. മനസ്സൊന്ന് തണുത്തു കഴിയുമ്പോൾ മോൾ അപ്പുറത്തേക്ക് വരണം കേട്ടോ. കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് സദാനന്ദൻ അകത്തേക്ക് കയറിപ്പോയി. ആകെ സങ്കടത്തോടെ തന്നെ നിത്യ അവിടെ ഇരുന്ന് കണ്ണ് നിറഞ്ഞ് ആ നിമിഷത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ നല്ലൊരു ജീവിതത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഹരി അവിടെയുള്ള മറ്റു കൃഷിക്കാരുമായി കൃഷിഭവനിൽ സമരം വെക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. രാഷ്ട്രീയക്കാർ മുന്നിൽ നിന്ന് കൃഷിക്കാരോട് എന്തെങ്കിലും സമരത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഇറങ്ങിക്കൊള്ളാനായി പറയും. അവരെ തുടക്കത്തിലൊക്കെ കൂടെ കാണും. പിന്നീട് സമയം തുടങ്ങി കഴിയുമ്പോ 1-2 ദിവസം കഴിയുമ്പോ അവരുടെ ആ ചൂടെല്ലാം അങ്ങ് തീരും. അവര് വിട്ടു പോവുകയും ചെയ്യും. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നതെന്ന് ഹരി അവരോട് അറിയിച്ചു. അങ്ങനെ സംസാരിച്ച് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു കഴിയുമ്പോഴേക്കും ഹരിയുടെ കൂട്ടുകാരൻ ഹരിയുടെ ഫോണിലേക്ക് വിളിക്കണം. എടാ, ഇന്നല്ലേ നീ കോളേജിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞത്, എന്നിട്ട് നീ വരുവോ എന്ന് ചോദിച്ചതും ഹരി പറഞ്ഞു, ആ, ഒരു 5 മിനിറ്റ് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഹരി വേഗം വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും കോളേജിലേക്കായി തിരിച്ചു. ഈ സമയത്ത് വീണ എവിടേക്കോ പോകുന്നതിന് വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഹരി അവിടെ നിന്ന് പോകുന്നതിനായി കാത്തുനിന്നു. ഹരി തന്റെ വണ്ടിയും എടുത്ത് ആ വീട്ടിൽ നിന്ന് പോകുന്നത് ജനലിലൂടെ വീണ കണ്ടു. ഉടനെ തന്നെ വീണ അവിടെ എഴുതി വെച്ച ആ ലെറ്റർ എടുത്തു നോക്കി. ഞാൻ പോവുകയാണ്, എന്നെ അന്വേഷിക്കണ്ട എന്ന് 2 ലൈൻ മാത്രം എഴുതി വെച്ചിരുന്ന വീണ ആ ലെറ്റർ അച്ഛൻ കാണുന്നതിന് വേണ്ടി അവിടെ എടുത്തു വെക്കുന്നു. ഈ സമയത്ത് നിത്യ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു. നിത്യ കോളേജിൽ വന്നതും നിത്യയെ കണ്ട മറ്റ് പ്രൊഫസർമാരും നിത്യയുടെ അരികിലേക്ക് എത്തി നിത്യയെ അഭിനന്ദിക്കുന്നു. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിലേ ഫസ്റ്റ് റാങ്ക് എങ്ങനെ കൈ പോരുമായിരുന്നല്ലോ എന്ന് നിത്യയോട് ചോദിച്ചു. ഉടനെ ആ മിസ്സിനോട് നിത്യ പുഞ്ചിരിയുടെ മറുപടി നൽകുമ്പോ ഉടനെ മിസ് പറഞ്ഞു, ആ, കുട്ടി വാ, കുട്ടിയെ അവിടെ കാത്ത് ജയശ്രീമാം ഇരിപ്പുണ്ട്. അല്ലെങ്കിലും ജയശ്രീമാമിന്റെ പെറ്റാണല്ലോ നിത്യ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഉടനെ സ്റ്റാഫ് റൂമിലേക്ക് എത്തിയതും നിത്യ സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചതിന്റെ സന്തോഷ പ്രകടനമായി ജയശ്രീ എന്ന് പറയുന്ന ആ മാം എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടതോടെ മറ്റ് ടീച്ചേഴ്സ് ചോദിച്ചു, ആഹാ, ഇത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞപ്പോ ജയശ്രീ മാം പറഞ്ഞു, അതെ, കുട്ടികൾ ഇതുപോലെ റാങ്ക് നേടുന്നതും അതിന് സ്വീറ്റ്സ് കൊടുക്കുന്നതും പതിവല്ലേ എന്ന് ചോദിച്ചതും ഒരു സാറ് ചോദിച്ചു, അതൊക്കെ പതിവൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ടീച്ചർ ഇതുപോലെ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്റ്റുഡന്റ് ജയിച്ചതിന് ടീച്ചർ ഇങ്ങനെ സ്വീറ്റ്സ് കൊടുക്കുന്നത് ആദ്യമാണ് എന്ന് പറഞ്ഞതും ഉടനെ ടീച്ചർ പറഞ്ഞു, എന്നാലേ ഇത് എന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നിത്യ. അത് ഞാൻ ആരുടെയും മുന്നിൽ മറച്ചു വെക്കുന്നില്ല എന്ന് ടീച്ചർ അറിയിച്ചു. ഇനി ഇവിടെ എല്ലാവർക്കും നഷ്ടമാകുന്ന ഒരു കാര്യമാണ് നിത്യയുടെ പാട്ട്. അതാണ് എല്ലാവരും ഇപ്പോഴും
മിസ് ചെയ്യുക നിത്യ. ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടൊന്ന് പാടാമോ എന്ന് നിത്യയോട് ചോദിച്ചു. നിത്യ ഞെട്ടലോടെ എല്ലാവരെയും നോക്കുമ്പോൾ മറ്റു ടീച്ചേഴ്സ് എല്ലാം നിത്യയെ നിർബന്ധിക്കണം. നിത്യ ഒരു പാട്ട് പ്ലീസ് എന്ന് പറഞ്ഞതും അവസാനം നിത്യ പാടാമെന്ന് തീരുമാനിച്ചു. നിത്യ ഹരി എഴുതി തന്റെ കയ്യിൽ അബദ്ധവശാൽ വന്നു ചേർന്ന ആ കവിത കൃത്യമായി തന്നെ അവിടെ വെച്ച് നിത്യ ആലപിച്ചു. ആ കവിത അതുവഴി വരുന്ന ഹരിയും കൂട്ടുകാരനും കേൾക്കാനിടയാകുന്നു. ഉടനെ ഹരിയും കൂട്ടുകാരനും ആ പാട്ട് കേട്ടതിന് ശേഷം സംശയത്തോടെ കൂട്ടുകാരൻ ചോദിച്ചു, എടാ ഹരി, നീ എഴുതിയ കവിതയല്ലേ അത് എന്ന് ചോദിച്ചതും ഹരി പറഞ്ഞു, അതെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും കൂടി ആ സ്റ്റാഫ് റൂമിനരികിലേക്ക്, ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹരിയും കൂട്ടുകാരനും കൂടി നടന്നെത്തുന്നു. ഈ സമയത്ത് സ്റ്റാഫ് റൂമിനരികിലേക്ക് എത്താറായപ്പോഴേക്കും പെട്ടെന്ന് ഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ എടുത്ത് നോക്കിയതും അമ്മാവനാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഹരി ചോദിച്ചു, ഹലോ അമ്മാവ, എന്താ അമ്മാവ് വിളിച്ചത്? ഉടനെ അമ്മാവനാകെ തളർന്ന സ്വരത്തിൽ പറഞ്ഞു, എടാ അവൾ പോയി, വീണ ദാ ഇവിടെ ലെറ്റർ എഴുതി വെച്ച് അവൾ പോയി എന്ന് ചോദിച്ചതും ഉടനെ ആകെ സംശയത്തോടെ ഹരി ചോദിച്ചു, അല്ലമ്മാവ, അവളിത് എങ്ങോട്ടാ പോയത് എന്ന് ചോദിച്ചതും എനിക്കറിയില്ല, അവളെ അന്വേഷിക്കണമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ഹരി പറഞ്ഞു, അമ്മാവൻ ഫോൺ വെച്ചു, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് വേഗം കൂട്ടുകാരനോട് ഹരി വിവരം അറിയിച്ചു. അപ്പോഴേക്കും കൂട്ടുകാരൻ ചോദിച്ചു, എടാ പാട്ട് പാടിയ ആള് എന്ന് ചോദിച്ചതും അതൊക്കെ പിന്നെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഹരി വേഗം കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കിട്ടിയതിന്റെ സന്തോഷത്തിൽ നിത്യ തിരികെ ആ കോളേജിന്റെ വരാന്തയിലൂടെ നടന്നു വരുമ്പോൾ ഹരിയും നിത്യയ്ക്ക് നേരെ ഓപ്പോസിറ്റായി തിരികെ നടന്നെത്തി. നിത്യയും ഹരിയും പരസ്പരം കണ്ടുമുട്ടാതെ തന്നെ അവർ രണ്ടുപേരും ആ വരാന്തയിലൂടെ പാസ് ചെയ്തു പോകുന്നു. ഹരി വേഗം തന്നെ വീണയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാനായി വേഗം തന്നെ വണ്ടിയും എടുത്ത് ഹരി വേഗം പുറപ്പെട്ടു. അവസാനം ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ കണ്ട ഒരു ചായക്കടയിലെ ആള് അവിടുന്ന് വീണ പോയ സ്ഥലം എങ്ങോട്ടാണെന്നുള്ള കാര്യം ഹരിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഹരി എത്തിച്ചേർന്നു. അവിടെ വന്നതിന് ശേഷം ഹരി ഓരോ വണ്ടിയും മാറി മാറി നോക്കുന്നു. അതിൽ ഒരു ബസ്സിനുള്ളിൽ കയറിയിരുന്ന വീണ ഹരി കാണാതിരിക്കാനായി പെട്ടെന്ന് തന്റെ മുഖം മറച്ചു പിടിച്ചു. ബാഗ് എടുത്ത് പൊക്കി പിടിച്ച് അങ്ങനെ തന്റെ മുഖം മറച്ച് തൽക്കാലം അവിടെ നിന്ന് വീണ രക്ഷപ്പെട്ടു. ഈ സമയത്ത് അവിടുന്ന് വണ്ടി പുറപ്പെട്ടതും ഹരി അതിലിരിക്കുന്ന വീണയെ കണ്ടു. ഉടനെ തന്നെ ആ വണ്ടിക്ക് മുന്നിലേക്ക് വന്ന് വണ്ടി നിർത്താനായി ഹരി ആവശ്യപ്പെട്ടു. അതിനുശേഷം വണ്ടി നിർത്തിയതും ഹരി വേഗം അകത്തേക്ക് ചാടിക്കയറി. വീണ ഹരി കാണാതിരിക്കാനായി തല കുനിഞ്ഞതും അരികിലേക്ക് എത്തിയ ഹരി പറഞ്ഞു, വീണ, നിന്നോടാ പറഞ്ഞത് ഇറങ്ങി വരാൻ, വേഗം ഇറങ്ങ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഇതാരാ കുട്ടിയെന്ന് അന്വേഷിച്ചു. ഉടനെ വീണ അത് തനിക്ക് പരിചയമില്ലാത്ത ആളാണെന്നൊക്കെ ഉടനെ വീണ മറുപടി നൽകി. അത് കേട്ടതും കണ്ടക്ടർ വേഗം വീണ ബഹളം വെക്കുന്നത് കണ്ട് ഹരിയോട് ചോദിച്ചു, താൻ ആരാ? അപ്പോഴേക്കും ഹരി പറഞ്ഞു, വീണ, ദേ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് ചോദിച്ച് ഉടനെ തന്നെ വീണയുടെ കർണത്തിനിട്ട് ഹരി തല്ലുന്നു. ഈ കാഴ്ച കണ്ട് അവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും താൻ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നത് കണ്ട് ഹരി പറഞ്ഞു, അതെ, ഒരു ചെറിയ കാര്യത്തിന് വീട്ടിൽ നിന്ന് പിണങ്ങി ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങി തന്റെ അനുജത്തി പുറപ്പെട്ടാൽ താൻ അന്വേഷിച്ചിറങ്ങില്ലേ, അത് തന്നെ ഞാനും ചെയ്തുള്ളൂ എന്ന് ഹരി ആ കണ്ടക്ടറോട് പറഞ്ഞതും കണ്ടക്ടർക്കും ഡ്രൈവർക്കും മറുപടി ഇല്ലാതാകുന്നു. ഉടനെ തന്നെ ഹരി വീണയുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞുകൊണ്ട് വീണയുടെ ബാഗും എടുത്തുകൊണ്ട് ഹരി ബലമായി വീണയെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കുന്നു. അവസാനം തന്റെ വണ്ടിക്ക് അരികിലേക്ക് എത്തുമ്പോൾ വീണ വിട് ഹരിയേട്ട എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഹരി ദേഷ്യത്തോടെ വണ്ടിയിൽ കയറാനായി പറഞ്ഞതും അവസാനം വീണ ഹരിയോടൊപ്പം ആ സ്കൂട്ടിയിൽ കയറുന്നു. ഈ സമയത്ത് സുജാത നിലയത്തിലേക്ക് അന്ന ആന്റി എന്ന് വിളിച്ചുകൊണ്ട് വന്നു കയറി. സുജാതയുടെ വീട്ടിലെത്തിയ അന്നയുടെ ശബ്ദം കേട്ട് റൂമിലിരുന്ന ജീവൻ ആകെ വിഷമത്തിലാകുന്നു. ജീവൻ എന്തോ ഒരു അപകടം മണക്കുന്നത് മനസ്സിലാക്കിയതോടെ ജീവൻ വേഗം താഴേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് സുജാതയുടെ അരികിലേക്ക് എത്തിയ അന്ന ചോദിച്ചു, അല്ല ആന്റി, കഴിഞ്ഞ ദിവസം നടന്ന ആ കല്യാണാലോചന അത് മുടങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. അത് പൊരുത്തം ചേരില്ല എന്ന് അന്ന് ജോത്സ്യം പറഞ്ഞില്ലേ, അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ ആന്റിയെ കാണിച്ചു തരാം. ആന്റിയുടെ മുന്നിൽ വളരെ മര്യാദയും സ്നേഹസമ്പന്നമായി അഭിനയിക്കുന്ന ആന്റിയുടെ മകൻ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് സുജാതയുടെ കയ്യിലേക്ക് അന്ന തന്റെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കാണിക്കുന്നു. ഉടനെ തന്നെ സുജാത ആ വീഡിയോ കണ്ടതും അന്ന് വന്ന ജോത്സ്യന്റെ കയ്യിലേക്ക് വിവാഹം മുടക്കുന്നതിന് വേണ്ടി ജീവൻ പണം കൈക്കൂലിയായി നൽകുന്ന വീഡിയോ സുജാത കാണുന്നു. ജ്യോതിയും സുജാതയും അത് കണ്ടതോടെ ആകെ വിഷമത്തിലാകുന്നു. അപ്പോഴേക്കും മുന്നിലേക്ക് എത്തിയ ജീവനെ കണ്ട് സുജാത ചോദിച്ചു, എടാ, ഞാൻ ഈ കണ്ടത് സത്യം തന്നെയാണോ? അപ്പം നീയാണോ അന്ന് ജോത്സ്യനെ കൊണ്ട് വിവാഹം മുടക്കുന്നതിന് വേണ്ടി ഈ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ലെന്ന് പറയിപ്പിച്ചത് എന്ന് ചോദിച്ചു. ഈ സമയത്ത് അവിടുത്തെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന ശരവണൻ അങ്ങനെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴേക്കും അന്ന താൻ അന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ഓർത്തു. എങ്ങനെയാണ് താൻ അത് ഷൂട്ട് ചെയ്തതെന്ന്
കൃത്യമായി അന്ന ഓർമ്മിക്കുന്നു. അന്ന് ജോത്സ്യനോട് സംസാരിച്ച് പണം കൈക്കൂലിയായി കൊടുക്കുന്നത് ആ വീടിന്റെ ഗേറ്റിനരികിലേക്ക് എത്തിയ അന്ന കാണാനിടയായി. അത് തന്നെ മൊബൈലിൽ പകർത്തിയെടുത്ത നിമിഷത്തെക്കുറിച്ച് ഓർത്ത് അന്ന അഭിമാനത്തോടെ നിൽക്കുന്നു. ഉടനെ തന്നെ അന്നയുടെ കയ്യിലേക്ക് ആ ഫോൺ തിരികെ നൽകിയ സുജാത ജീവന്റെ അരികിലേക്ക് എത്തുന്നു. നീ ഇതിന്റെ സത്യാവസ്ഥ പറയണം ജീവൻ, എന്താ നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചതും അന്ന പറഞ്ഞു, ആന്റിയുടെ മുന്നിൽ വളരെ സന്തോഷം നടിച്ച് സ്നേഹം നടിച്ച് നടക്കുന്ന ഇവൻ ശരിക്കും ഒരു ക്രിമിനലാണ് എന്ന് സുജാതയോട് അന്ന പറയുന്നത് കേട്ട് വിഷമത്തോടെ സുജാത ജീവന്റെ അരികിലെത്തി ജീവനെ ചോദ്യം ചെയ്യുന്നു.